നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നിധിയുടെ സുധീഷിന്റെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ കാണാൻ ഇഷ്ടമുള്ളവർ കയറി കാണുകയും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന സുധീഷ് കിടക്കാനായിട്ട് വരുവാണ്. ആ സമയത്ത് സുഭാഷും നികേഷും ഹരീഷും കിടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സുധീഷ് അതിന്റെ ഇടയ്ക്കിലേക്ക് കിടക്കാൻ വന്നപ്പോ നികേഷ് ചോദിച്ചു, എന്താ ഏട്ടാ? ഞാൻ കിടക്കാൻ വന്നേ. കിടക്കാനോ? ഹാഹാ, ഇത് കൊള്ളാലോ. കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ വന്ന് കിടക്കുന്നോ? അതെന്താടാ? ഇവിടെ വന്ന് കിടന്നാൽ എന്താ കുഴപ്പം? ഇവിടെ വന്ന് കിടന്നാൽ കുഴപ്പമുണ്ട്. കല്യാണം കഴിഞ്ഞിട്ടേ ഞങ്ങളുടെ കൂടെ അല്ല വന്ന് കിടക്കേണ്ടത്. ഭാര്യയുടെ കൂടെ മര്യാദയ്ക്ക് പോയി കിടന്നോണം. ഇത് കേട്ടപ്പോ സുധീഷ് പറഞ്ഞു, നീ എന്ത് വർത്താനാടാ നികേഷ പറയണേ? ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞില്ലായിരുന്നോ? ചേട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. സുഭാഷേന്റെ കല്യാണം കഴിയാതെ എനിക്കൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് കൊള്ളാലോ. ഇതാ ഇപ്പം നല്ല കഥയായത്. അപ്പൊ ആദ്യം കല്യാണം കഴിക്കുന്നതിന് കുഴപ്പമില്ലല്ലേ എന്ന് നികേഷ് ചോദിച്ചു. എടാ, ഞാൻ പറയുന്ന കേൾക്ക്. ഞാൻ സത്യ പറയണേ. സുഭാഷ് എന്നോട് കല്യാണം കഴിക്കാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെയാടാ ഒരു ദാമ്പത്യ ജീവിതം നയിക്കുന്നേ? ഭാര്യയോടൊപ്പം സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടിയിട്ട് എനിക്ക് ആ മുറിയിൽ പോയി കിടക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഞാനൊരു ശബ്ദം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. സുഭാഷ് എന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമേ ഞാനും നിധിയും തമ്മിൽ ഒരു ജീവിതം ആരംഭിക്കുള്ളൂ. ഇത് കേട്ടപ്പോ ഹരീഷ് ചിരിച്ചു. ഈ ചിരി കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് ചോദിച്ചു, എന്താടാ? അതെ, ഈ കോമഡിയൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ വിശ്വസിക്കുമെന്ന് ഓർത്തിട്ടാണോ? ഇതിനകത്ത് എന്തോ ഒരു തരികട ഇല്ലേടാ നികേഷേ? നികേഷ് പറഞ്ഞു, അത് ശരിയാ. എന്തോ ഒരു കള്ളത്തരം ഉള്ള പോലെ തോന്നുന്നുണ്ട് സുധീഷേണ്. അതുകൊണ്ടാ സുധീഷേണ് ഇപ്പോഴിങ്ങനെയൊക്കെ പറയണേ. അല്ലെങ്കിലോ ഇത്ര കെട്ടാനായിട്ട് ഓടി നടന്ന ആള് കല്യാണം കഴിഞ്ഞിട്ട് ഹണിമൂൺ ട്രിപ്പൊക്കെ ആഘോഷിക്കാതിരിക്കുവോ? ഒരിക്കലും ഇല്ലാന്ന് പറയണം. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, ഒന്നും മിണ്ടാതെ കിടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. പിന്നീട് സുധീഷിനെ കാലിട്ട് അടി കൊടുത്തിട്ട് പറഞ്ഞു, മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ നോക്കടാ, അവൻ പുരാണം പറഞ്ഞുകൊണ്ടിരിക്കണു. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, കണ്ടില്ലേ, ചേട്ടന് കാര്യം മനസ്സിലായി. അല്ലേ, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം ഒരു ദാമ്പത്യ ജീവിതം ആരംഭിച്ചെന്ന് വെച്ചോ. അങ്ങനെ ദാമ്പത്യ ജീവിതമൊക്കെ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾക്ക് കുട്ടികളൊക്കെ ഉണ്ടാവും. സുഭാഷേന്റെ കല്യാണം അതിന് ശേഷം നടന്നേന്ന് വെച്ചോ. പിന്നെ ഞങ്ങളുടെ കുട്ടികളായിരിക്കില്ലേ മൂത്ത കുട്ടികൾ. അനുജന്റെ കുട്ടികൾ മൂത്ത കുട്ടികളാവും, ചേട്ടന്റെ കുട്ടികൾ ഇളയ കുട്ടികളാവും. നാളെ ആൾക്കാരുടെ ഒക്കെ പറയുമ്പോൾ ആൾക്കാരൊക്കെ ചോദിക്കും, അതെന്താ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ 100 ചോദ്യങ്ങളായിരിക്കും. അതിന്റെ ആവശ്യമൊക്കെ ഉണ്ടോ? അതാ ഞാൻ പറഞ്ഞേ, സുഭാഷേന്റെ കല്യാണം കൂടെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ഞങ്ങളുടെ ജീവിതം ആരംഭിക്കാനായിട്ട്. അത് കേട്ടപ്പോ നികേഷ് പറഞ്ഞു, എനിക്കിത് അങ്ങോട്ട് വിശ്വസിക്കാനൊന്നും പറ്റുന്നില്ല. സുധീഷ് എണ്ണല്ലേ ആള്. സുധീഷേന്റെ സ്വഭാവം ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അതങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് നികേഷിനും ഹരീഷിനും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അവർക്കറിയാം സുധീഷിന്റെ സ്വഭാവം എത്ര നല്ലതെന്നുള്ള കാര്യങ്ങളൊക്കെ. കാരണം സുഭാഷിന് വേണ്ടിയിട്ടൊരു ത്യാഗം ചെയ്യുമെന്ന് അത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. പിന്നീട് പിറ്റേ ദിവസം നിധി പതിവ് പോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് തുണിയൊക്കെ കഴുകി അഴയെ വിരിച്ചിട്ടോണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സുനന്ദയുടെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നേ, ഭാസ്കരന്റെ പെങ്ങള്. അവരങ്ങോട്ട് വന്ന് നിധിയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, അല്ല നിന്റെ പേരെന്താ കൊച്ചെന്ന് ചോദിച്ചു. നിധി, പേരൊക്കെ കൊള്ളാം, പേര് പോലെ തന്നെ കാണാനും സുന്ദരിയാ. അല്ല നിന്റെ തലയ്ക്കകത്തെന്താ ഒട്ടും ബുദ്ധിയില്ലേന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ അല്ല ഇത്തിരിയെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങോട്ടേക്ക് വരുമായിരുന്നോ? നീ എന്തു ഭാവിച്ചത്? 3-4 ആണുങ്ങളുള്ളിടത്ത് തന്നെ വന്ന് കിടക്കുന്നേ. നീ അവനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചാന്നൊക്കെ പറയുന്നത് കേട്ടു. പിറ്റേ ദിവസം നീ പോയെന്ന് പറഞ്ഞപ്പോ ഞാൻ സന്തോഷിച്ച. പക്ഷെ വീണ്ടും നീ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നു. ചാകാൻ വേണ്ടി തന്നെ ഇറങ്ങി തിരിച്ചാണോ? അതോ നിന്റെ വീട്ടുകാരൻ നിന്നെ വേണ്ടാതെ ഉപേക്ഷിച്ച് കളഞ്ഞാണോ? വലിയ കാശുകാരി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടോ. ഒന്നുമില്ലാത്തടത്ത് തോന്നേ. അല്ലെങ്കിൽ ഇങ്ങനെ ഇറങ്ങി പോരുവോ? വീട്ടുകാർ സമ്മതിക്കുമോ എന്നൊക്കെ ചോദിക്കുവാണ്. അതേ സമയത്ത് ഭാസ്കരന് അങ്ങോട്ടേക്ക് വരുന്നേ. ഭാസ്കരൻ കേട്ടി പറയുന്നൊക്കെ, ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. തന്റെ മരുമോളെ ഇവിടെ നിന്ന് ഓടിക്കാനുള്ള പുറപ്പാടാ. കാണിച്ചു കൊടുക്കാം കളി. ഇവൾക്കിട്ടൊരു പണി കൊടുക്കണം എന്ന് വിചാരിച്ച് ചുറ്റും നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ചുടുകട്ട കിടക്കുന്നുണ്ട്. അതെടുത്തിട്ട് എറിയ വേണം. ദേഹത്ത് കൊണ്ടില്ല. അപ്പോഴേക്കും പെട്ടെന്ന് സുനന്ദയുടെ അമ്മ തിരിഞ്ഞു നോക്കി. ഭാസ്കരൻ പറഞ്ഞു, എടി രാവിലെ തന്നെ എന്റെ വീട്ടിൽ വന്ന് എന്റെ മരുമോളോട് ഏഷന് പറഞ്ഞു കൊടുക്കുന്നോ? നിന്നെ ഇന്ന് ഞാനെന്നും പറഞ്ഞോണ്ട് ദേ എന്റെ ദേഹത്തേക്കാണ് കല്ല് പെറുക്കി എറിഞ്ഞാണ്ടല്ലോ. എറിഞ്ഞ എന്ത് ചെയ്യൂടി? കല്ല് പെറുക്കി എറിയ മാത്രല്ല, നിന്റെ കഴുത്തെ പിടിച്ച് ഞാൻ ഞെരിച്ചു കൊല്ലും നിന്നെ ഞാൻ. അപ്പോഴേക്കും സുനന്ദയുടെ അമ്മ പറഞ്ഞു, എങ്കിൽ ഇങ്ങോട്ട് വാ, ഒന്ന് കാണട്ടെ. കഴുത്ത് പിടിച്ചിരിക്കുന്നത്. പിന്നെ എന്റെ കൈ അങ്ങോട്ട് പൂ പറിക്കാൻ പോയേക്കുമല്ലേ? പിന്നെ പൂവാണോ മാങ്ങയാണോ തേങ്ങയാണോ പറിക്കാൻ വന്ന് ഞാൻ കാണിച്ചു തരാടി. മേലാൽ എന്റെ വീടിന്റെ മുറ്റത്തേക്ക് വന്ന് എന്റെ മരുമോളോട് അനാവശ്യം പറഞ്ഞു കൊടുത്താണ്ടല്ലോ. പോടി അവിടുന്ന്. ചോദിക്കാനും പറയാനും വീട്ടിൽ ആരും ഇല്ലെന്ന് കരുതി അവളും അവളുടെ ആങ്ങളെയും കൂടെ
വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ചീത്ത അങ്ങോട്ട് പറഞ്ഞു. ഒടുവില് സുനന്ദയുടെ അമ്മ അങ്ങോട്ടേക്ക് പോവാ. ഭാസ്കരന്റെ ചിരി വന്നു. ആ സമയത്ത് നിധിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നിധി പെട്ടെന്ന് ആ അഴയിലേക്ക് അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അഴ പൊട്ടി താഴേക്ക് വീണു. അയ്യോ! ആ സമയം ഭാസ്കരൻ തിരിഞ്ഞു നോക്കി. ഭാസ്കരൻ ഇത് കണ്ടിട്ട് ചിരിച്ചിട്ട് ഭാസ്കരനും അങ്ങോട്ട് പോയി. ഷോ, ഞാൻ കഴുകിയിട്ട തുണിയാ, ഇനി ഇതെല്ലാം വീണ്ടും ഒന്നുകൂടെ പോയി കഴുകണമല്ലോ. മൊത്തം മണ്ണിനകത്തേക്ക് വീണു. ശേ, അഴയും പൊട്ടിപ്പോയി. ഇനി ആ അഴ വലിച്ചു കിട്ടിയാലോ രണ്ടാമത് തുണി കൊണ്ടുവന്നിടാൻ പറ്റുള്ളൂ. ആകെ പഴയ ടെൻഷനായിപ്പോയി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഓർത്തോണ്ട് അങ്ങനെ തുണിയൊക്കെ മാരി തിരിച്ച് ബക്കറിനകത്തേക്ക് വെച്ചിട്ട് അഴ കെട്ടാൻ നോക്കുക. പക്ഷെ അഴ കെട്ടാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. കാരണം എത്തുന്നില്ല നിധിക്ക്. ആ സമയത്ത് അങ്ങോട്ടേക്ക് ഹരീഷ് വരുന്ന. ഹരീഷ് ഇത് കണ്ടു. ഹരീഷ് ഒന്നും മിണ്ടാതെ വന്നിട്ട് അഴയുടെ കയറും കെടുത്തു. കയറെടുത്തിട്ട് ആ മരത്തേലേക്ക് അങ്ങോട്ട് കെട്ടിയിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേന് നിധി താങ്ക്സ് പറയാൻ തുടങ്ങുകയാണ്. പക്ഷെ അതിനൊന്നും കാത്തു നിന്നില്ല ഹരീഷ് പെട്ടെന്ന് പോയി. ഹരീഷിന് ആകെപ്പാടെ ഒരു ചമ്മലും നാണമൊക്കെയാണ് നിധിയുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത്. പിന്നെ ചെയ്തു കൊടുക്കണമല്ലോ, ഏട്ടത്തിയമ്മയാണല്ലോ എന്ന് ചെയ്തു കൊടുത്താ. പക്ഷെ താങ്ക്സിന്റെ ഒന്നും ആവശ്യമില്ലാന്ന് കരുതിയിട്ടാണ് ഹരീഷ് അങ്ങോട്ടേക്ക് ഓടി പോകുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷ് വന്ന് തുണി കഴുകുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് ഹരീഷും വന്നു. സുധീഷ് അതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് സുഭാഷ് ചോദിച്ചു, അല്ല നീ കുറച്ചു ദിവസം ജോലിക്ക് പോകാതിരുന്നില്ലേ, പിന്നെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് തോമസേടെ നിനക്ക് ജോലി എന്നോ, എങ്ങനെയാടാ കാര്യങ്ങളെന്നൊക്കെ ചോദിക്കണം. അപ്പോഴേക്ക് സുധീഷ് പറഞ്ഞു, അതാ ചേട്ടാ പ്രശ്നം എന്ന് പറയാ. എന്ത് പ്രശ്നം? അല്ല, ഞാൻ എൻ്റെ ഫ്രണ്ടിന് ജീപ്പ് കൊണ്ട് കൊടുത്തിട്ട് ജോലിക്ക് വേണ്ടി അങ്ങോട്ട് ചെന്നു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തോമസേട്ടൻ പറഞ്ഞു ജോലി ഇല്ലാന്ന്. എനിക്ക് ജോലി ഇല്ലാന്നോ? അറിയാലോ, തോമസേട്ടൻ ആകെപ്പാടെ പേടിച്ചിരിക്കുക. നിധിയുടെ അച്ഛൻ വിളിച്ച് പേടിപ്പിച്ചെന്ന് തോന്നേ. ഇനി എനിക്ക് അവിടെ ജോലി കൊടുത്തിട്ടുണ്ടെ പ്രശ്നമാവുന്ന അങ്ങോട്ട് തോമസേട്ടന് തോന്നിക്കാണും. അതുകൊണ്ടാ തോമസേട്ടൻ എന്നോട് ഇനി വരണ്ടാന്ന് പറഞ്ഞു. എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, സത്യം പറഞ്ഞ ഉള്ള ജോലിയും കൂടെ പോയല്ലേന്ന് ചോദിക്കുക. അതെ ഏട്ടാ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഇനിയിപ്പം നിന്റെ പ്ലാൻ എന്താന്ന് ചോദിച്ചാല് ഒന്ന് രണ്ടിടത്ത് ചോദിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും കയറണം, ടാക്സി വണ്ടി ഓടിക്കാൻ പോണമെന്നൊക്കെ പറയണം. അത് കേട്ടപ്പോ ഹരീഷ് പറഞ്ഞു, നേരത്തെയോ വീട്ടിൽ പൈസയൊന്നും അങ്ങനെ കാര്യമായിട്ട് കൊടുക്കത്തില്ല. സുഭാഷേടാണ് കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. ഇനിയിപ്പോ നിന്റെ ഭാര്യയുടെ കാര്യം കൂടെ കൂടി സുഭാഷേട്ടൻ നോക്കണോ അല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ സുധീഷിന് ഇഷ്ടപ്പെട്ടില്ല. അതെ, എനിക്കറിയാം അധ്വാനിക്കാനായിട്ട്. അധ്വാനിച്ചു കൊണ്ടുവന്ന് പൈസ കൊടുക്കാൻ എനിക്കറിയാന്ന് പറയാം. പിന്നെ അധ്വാനിച്ചു കൊണ്ടുവന്ന് പൈസ കൊടുക്കുന്ന ഒരാള് എന്നിട്ടാണോടാ നിന്റെ റിസപ്ഷന്റെ സമയത്ത് ഒരു പൈസ പോലും നീ സുഭാഷേന്റെ കൊടുക്കാത്തെ? ഞങ്ങളൊക്കെ കൂടി ഉണ്ടാക്കിയെന്ന് പറയാം. അത് കേട്ടപ്പോ സുധീഷ് പറഞ്ഞു, നിന്നോട് ആരടാ കൊടുക്കാൻ പറഞ്ഞേ എന്ന് ഹരീഷിനോട് ചോദിച്ചു. ഞാൻ ആരെങ്കിലും പറഞ്ഞു റിസപ്ഷൻ വെക്കാനായിട്ട്? ഞാൻ പറഞ്ഞിട്ടാണ് റിസപ്ഷൻ വെച്ചേ. എന്നിട്ട് വലിയ ആള് കളിച്ചു പറയണു. ഒന്നും രണ്ടും പറഞ്ഞ് അവര് വഴക്കായി. ആ സമയത്ത് സുഭാഷ് ഒന്നും മിണ്ടാതിരിക്കുക, അകത്ത് നിധി ഉണ്ടെന്നുള്ള കാര്യം ഓർമ്മ വേണം. അപ്പോഴേക്കും നിധി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. ഹരീഷിന് നല്ല ദേഷ്യമാണ്. ഹരീഷും സുധീഷും എപ്പം നോക്കിയാലും മൂന്നാളാണ്. രണ്ടുപേരും ഒന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് സുഭാഷ് ഹരീഷിനോട് പറഞ്ഞു, നീ ഒന്ന് അകത്തേക്ക് കയറിപ്പോ ഹരീഷ്, പ്രശ്നം ഉണ്ടാക്കലെന്ന് പറഞ്ഞു. ഹരീഷിന് ദേഷ്യം വന്നിട്ട് ഹരീഷ് ആ ഭിത്തിക്കിട്ട് ഒറ്റ ഇടി ഇടിക്കുകയാണ്. ഭിത്തിയുടെ കുറച്ച് ഭാഗങ്ങൾ അടർന്നു വീണു. കാരണം തേച്ച ഒരു ഭാഗം കുറച്ച് തേച്ചെല്ലാം കൂടെ താഴേക്ക് വീണു. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നീതി ഒരു നിമിഷം ഞെട്ടി. പിന്നീട് നീതി അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിച്ചു, എന്താ കാര്യം ചോദിക്കാം. സുഭാഷ് പറഞ്ഞു, അത് പിന്നെ ചേട്ടൻ എൻജിമാര് തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടെന്നേ, അതൊക്കെ സർവ്വസാധാരണ, ഇതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. ഇനി ഇതിന്റെ പേര് മാറിപ്പോയിരുന്ന് കാര്യമൊന്നും ചെയ്തേക്കരുത്. നീതി പറഞ്ഞു, ഒന്നുമില്ലാന്ന് പറയണം. സുഭാഷ് അങ്ങോട്ട് പോയി. ആ സമയത്ത് സുധീഷ് ചോദിച്ചു, പേടിച്ചു പോയോ? പേടിച്ചൊന്നും പോയില്ല. അല്ല, അത് പിന്നെ ഞാനും ഹരീഷും തമ്മിൽ ചെറിയൊരു പ്രശ്നം. പിന്നെ ദേഷ്യത്തിൽ ഇടിച്ചു കഴിഞ്ഞപ്പോ ഹെറിറ്റേജ് വീട്, അതുകൊണ്ടായിരിക്കുമല്ലേ ഭിത്തി ഇടിഞ്ഞു പോയത്. മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായെന്ന് പറയണം. സുധീഷ് ശരിക്കും ഒന്ന് നാണം കിട്ടും. പക്ഷെ എന്താണേലും ആ ചമ്മയതൊന്നും മുഖത്ത് കാണിച്ചില്ല. കാരണം നാണം കെട്ടുന്ന പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിധിയുടെ മുഖത്ത് നോക്കാൻ പറ്റില്ലോ. ഒന്നും മിണ്ടാതെ സുധീഷും അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോയി. പിന്നീട് കുറെ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നികേഷിനും കൂട്ടിക്കിട്ട് നിധി കടയിലേക്ക് വരുവാണ്. അപ്പൊ കടയിലേക്ക് വരുന്ന ഒരു സിമ്മ് മേടിക്കണം. കാരണം അവിടുന്ന് പോകുന്ന സമയത്ത് കയ്യിലുണ്ടായിരുന്ന സിമ്മ് കളഞ്ഞിട്ടാ പോന്നേ. അപ്പൊ ഇനി പുതിയ സിമ്മ് മേടിച്ച് ഫോണിനകത്ത് ഇട്ടാലോ വീട്ടിലേക്കൊക്കെ വിളിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ അതിന് വേണ്ടിയിട്ട് അവര് നടന്നു പോരുവാണ്. കടയിലേക്ക് വരണ വഴിക്ക് നിധി നികേഷിനോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നികേഷ് ചോദിച്ചു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ചേച്ചിയുടെ സിം എന്തേന്ന് ചോദിക്കുക. സിമ്മോ? അതൊക്കെ കളഞ്ഞു എന്ന് പറയണ. അതെന്തിനാ കളഞ്ഞത്? അതെ, ഞങ്ങൾ പോരുന്ന വഴിക്ക് ഇനി എങ്ങാനും ഞങ്ങളെ അന്വേഷിച്ച് ഞങ്ങളുടെ വീട്ടുകാർ വന്ന് കണ്ടുപിടിക്കുമല്ലോ എന്ന് പേടിച്ചിട്ട് സിമ്മൊക്കെ കളഞ്ഞിട്ട് പോന്നു. ഇത് കേട്ടത് നികേഷ് ചിരിച്ചു. ചേച്ചിയും ചേട്ടനും ആള് കൊള്ളാലോ എന്ന് പറയണം. നിധി പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു സാഹചര്യമായി പോയെന്ന് പറയണം. അങ്ങനെ സംസാരിച്ചു വരുന്ന സമയത്ത് അതിലൂടെ രണ്ട് ചേച്ചിമാർ അങ്ങോട്ട് പോവാണ്. പെട്ടെന്ന് നിധിയെ കണ്ടിട്ട് ചോദിച്ചു, അല്ല ഇപ്പോഴും നീ ഭാസ്കറിന്റെ വീട്ടിൽ തന്നെയാണോ മോളെ താമസിക്കണമെന്ന് ചോദിക്കുക. അതെ.
ഓ എന്റെ ദൈവമേ, നിന്റെ ഒരു വിധി, അല്ലാതെ എന്ത് പറയാനായിട്ടാ, എത്ര കാലം കാണുമെന്തോ എന്നും പറഞ്ഞ് അവരങ്ങോട്ട് പോയി. ആ സമയത്ത് നിധി ഒരു അത്ഭുതത്തോടു കൂടി നികേഷിനോട് ചോദിച്ചു, ഇതെന്താ ആൾക്കാരൊക്കെ ഇങ്ങനെ? അപ്പൊ വരുന്ന വഴിക്കാണെങ്കിൽ ഓരോരുത്തർ ഇങ്ങനെ കാണുന്നവരൊക്കെ നിധീനെ ഇങ്ങനെ രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, ഇവിടെ അങ്ങനെയാന്ന് പറയണ. എന്താ? ഞങ്ങളുടെ വീടൊരു സ്പെഷ്യൽ വീടാന്ന് പറയണ. സ്പെഷ്യൽ വീടോ? അതേനെ, വീട്ടിൽ നിന്ന് ആരെങ്കിലും പുറത്തിറങ്ങിയാലും ചിലപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒക്കെ നോക്കൂന്ന് പറയണം. എന്റെ മൂത്തയേട്ടന്റെ കല്യാണം കഴിയാത്ത പോലും വീട്ടിലൊരു പെണ്ണില്ലാന്നും പറഞ്ഞോണ്ടാ, പെണ്ണ് വാഴില്ലാന്നും പറഞ്ഞോണ്ടാ. അത് കേട്ടപ്പം നിധി ചോദിച്ചു, അല്ല എല്ലാരും പറയുന്നുണ്ടല്ലോ ഒരു ശപിക്കപ്പെട്ട വീടാന്ന്, പെണ്ണ് വാഴാത്ത വീടാന്ന്. അതാ പ്രശ്നം. അതുകൊണ്ടാണ് എല്ലാവർക്കും ഒരു അത്ഭുതം, എല്ലാരും ഇങ്ങനെ നോക്കുന്നത്. വന്ന പെണ്ണിനെ ഓടിച്ചു വിടാനായിട്ടാ അവരൊക്കെ നോക്കുന്നേന്ന് പറയാണ്. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് നിധി പെട്ടെന്ന് ചോദിച്ചു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെന്ന് ചോദിച്ചു. എന്താ? അല്ല എപ്പോ നോക്കിയാലും ഈ സുധീഷും ഹരീഷും തമ്മിൽ വഴക്കാണല്ലോ, അതിന് കാരണം എന്താന്ന് ചോദിക്കണം. അതോ, അത് സുധീഷേണ് എപ്പോഴും ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഹരീഷേണ് ഇഷ്ടപ്പെടത്തില്ല. ഹരീഷേണ് അപ്പം എതിര് പറയും. അങ്ങനെ രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കുമെന്ന് പറയാം. പക്ഷെ രണ്ടുപേരും വഴക്കുണ്ടാക്കിയെന്ന് വെച്ചോണ്ട് അവർ തമ്മിൽ ശത്രുതയാന്ന് വിചാരിക്കരുത് കേട്ടോ. ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടായെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അടുത്തയാൾ പെട്ടെന്ന് കയറി ഇടപെടുമെന്ന് പറയണം. അങ്ങനെയൊക്കെ ഉണ്ടോ? പിന്നല്ലാതെ. അന്ന് തന്നെ ഇതേ നിധി ചേച്ചിയുടെ രജിസ്റ്റർ മാരേജ് അന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സങ്കടത്തിലായിരുന്നു സുധീഷേണ്ണ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പൊ ഹരീഷേണ്ണ പറഞ്ഞ് നമുക്കത് പോയി തടയാന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ എല്ലാവരെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയെന്ന് പറയാ. അങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു. ഒടുവിൽ അവര് സിം എടുക്കുന്ന കടയിലേക്ക് വരുവാണ്. പിന്നീട് സിം വേണമെന്ന് പറഞ്ഞു. സിം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആധാർ കാർഡ് കൊടുക്കാൻ പറയാണ്. നിധി ആകെപ്പാടെ പെട്ടുപോയി. ആധാർ കാർഡ് ഉണ്ടായിരുന്നേ ഹോസ്റ്റലിൽ പോയി താമസിക്കില്ലായിരുന്നു. ആധാർ കാർഡ് ഇല്ലാത്തതിന്റെ പേരിലാണല്ലോ ഹോസ്റ്റലിൽ പോകാൻ പറ്റാതിരിക്കുന്നേ. അപ്പോഴേക്കും നിധി പറഞ്ഞു, ആധാർ കാർഡ് ഇല്ലാന്ന് പറയണ. ID പ്രൂഫ് ഇല്ലാതെ സിം കാർഡ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, അതിനെന്താ, എന്റെ കയ്യിലുണ്ട്, എന്റെ ആധാർ വെച്ച് നമുക്ക് സിം എടുക്കാന്ന് പറയാം. അത് കേട്ടപ്പോ നിധി പറഞ്ഞു, എങ്കിൽ അത് മതി എന്ന് പറയണ. അങ്ങനെ ആധാറൊക്കെ കൊടുത്തു. അപ്പോഴേക്കും കടയുടെ ഓണർ പറഞ്ഞു, അതെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറയണം. അത് കേട്ടപ്പോ നികേഷ് മുടിയൊക്കെ നല്ല സ്റ്റൈലാക്കി ഓരോ പോസ് നിൽക്കുകയാണ്. ഈ പോസ് മതിയോ എന്നൊക്കെ ചോദിച്ചു. ഇങ്ങനെയല്ല, എന്നാ വേറെ പോസ് കാണിക്കാന്ന് പറയണം. നിധിക്ക് ഇത് കണ്ടപ്പോഴത്തേനും ചിരി വന്നു. നിധി അവിടെ കിടന്ന് ചിരിക്കണം. ഒടുവിൽ ഓണർ പറഞ്ഞു, അതെ ഒരു പാസ്പോർട്ട് ഫോട്ടോ പോലെ ഒരെണ്ണം എടുത്താ ഈ ഫോണിനകത്ത് എടുക്കാനായിട്ടാ, അല്ലാതെ വേറൊന്നിനു വേണ്ടിയിട്ടല്ലാന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശരിക്കും നികേഷ് ഒന്ന് ചമ്മി. അങ്ങനെ സിമ്മൊക്കെ കൊടുത്തു. പിന്നീട് പുള്ളിക്കാരൻ പറഞ്ഞു, അതെ കുറച്ച് സമയം കഴിയുമ്പോൾ ആക്ടിവേറ്റ് ആവും എന്ന് പറയണം. ഫോണിനകത്തൊക്കെ ഇട്ട് സിമ്മ് കൊടുക്കുവാണ്. അതിനുശേഷം അവര് ഇറങ്ങുവാണ്. അപ്പൊ സിമ്മിന്റെ പൈസ കൊടുത്ത നികേഷാണ്. നീ ഇത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് നികേഷ് സമ്മതിച്ചില്ല. എന്റെ കയ്യിൽ പൈസ ഉണ്ട് ചേച്ചി, ഞാൻ കൊടുത്തോളാന്ന് പറഞ്ഞു കൊടുത്തു. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ നിധി പറഞ്ഞു, അതെ 2 ചോക്ലേറ്റ് വേണമെന്ന് പറയണം. ചോക്ലേറ്റോ? വലിയ ചോക്ലേറ്റ് മേടിച്ചോണ്ട് ഞാൻ പറയണം. അങ്ങനെ പൈസ കൊടുക്കുമ്പോൾ നികേഷ് വാങ്ങിച്ചില്ല. നിധി പറഞ്ഞു, പൈസ വാങ്ങിച്ചില്ലെങ്കിൽ എനിക്ക് ചോക്ലേറ്റ് വേണ്ട, ഇതാ പൈസ പിടിക്കാനും പറഞ്ഞുകൊണ്ട് ബലമായിട്ട് പൈസ കൊടുത്തു. അങ്ങനെ പൈസയൊക്കെ ആയിട്ട് നികേഷ് പോയി ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരികയാണ്. അങ്ങനെ രണ്ടുപേരും ചോക്ലേറ്റ് ഒക്കെ തിന്നുകൊണ്ട് വീട്ടിലേക്ക് തിരികെ പോന്നു. ഇതേ സമയത്ത് സുഭാഷ് പണി സൈറ്റിലാണ്. അപ്പൊ സുഭാഷിന്റെ കൂടെ ഭായിമാരൊക്കെയാണ് പണിയുന്നത്. അവരോടൊക്കെ സംസാരിച്ചുകൊണ്ട് സുഭാഷ് പണിയുന്നത്. അപ്പൊ അവർക്ക് കുറെ മലയാളം കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോഴേക്ക് സുധീഷ് അങ്ങോട്ടേക്ക് വന്നു. സുധീഷ് വന്നിട്ട് ചോദിച്ചു, ആഹാ ഇത് കൊള്ളാലോ, ഇപ്പൊ ഇവരും മലയാളം പഠിച്ചില്ല ഏട്ടാന്ന് ചോദിക്കുക. എങ്ങനെ പഠിക്കാതിരിക്കൂടെ, എന്റെ കൂടെ അല്ല ജോലി ചെയ്യുന്നേ എന്ന് പറഞ്ഞു. സുധീഷ് വന്നിട്ട് പെട്ടെന്ന് തന്നെ സിമെന്റ് കുഴയ്ക്കാനെ കൂടുവാണ്. നീ എന്താടാ കാണിക്കണേന്ന് ചോദിച്ചു. നീ അങ്ങോട്ട് മാറി നിൽക്കുക, നീ എന്തിനാ ഈ പണിയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ ഇതൊക്കെ ചെയ്യട്ടെ, എനിക്കിപ്പോ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞോണ്ട് നീ ഇത് കുഴയ്ക്കൊന്നും വേണ്ട. അങ്ങനെയൊക്കെ ഇവിടെ സുഭാഷ് ചീത്ത പറഞ്ഞു. എന്തിനാണ് നീ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നേ, എന്തോ ഒരു കാര്യസാധ്യത ഉണ്ടല്ലോ. അത് പിന്നെ ഒരു കാര്യമുണ്ട്. എടാ നീ കാര്യം എന്താ വെച്ചാ പറ. അതെ കാര്യം പറഞ്ഞു കഴിയുമ്പോ എനിക്ക് എന്നെ ചീത്ത പറയില്ല. എടാ നീ കാരണം എനിക്ക് പ്രശ്നങ്ങളേ ഉള്ളൂ. നീ വരുമ്പോ തന്നെ എനിക്ക് പേടിയാ. ഇനി അടുത്ത മാരണമായിട്ട് വരുന്നതാണോന്ന് ഓർത്തിട്ട് നീ കാര്യം എന്താ വെച്ചാൽ എന്നോട് തുറന്നു പറ. അത് പിന്നെ ഉണ്ടല്ലോ, എടാ കാര്യം പറയടാ. ഞാനേ നിധിയോടൊരു കള്ളം പറഞ്ഞിട്ടുണ്ട്, എന്നോടൊപ്പം ഒന്ന് നിൽക്കണോന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം സുഭാഷ് പറഞ്ഞു, എടാ നീ ആ പെങ്കൊച്ചിനോട് ഒരു കള്ളമാണോ പറഞ്ഞിട്ടുള്ളേ? എത്ര കള്ളം പറഞ്ഞിട്ടുണ്ടാ, എന്നിട്ട് അവന്റെ ഒരു കള്ളം കൊണ്ട് വന്നിരിക്കുന്നു. എടാ എന്താടാ കള്ളം? അത് പിന്നെ സുഭാഷ് ഏട്ടൻ ഭയങ്കര ആർക്കിടെക്റ്റ് ആന്നാ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ആർക്കിടെക്റ്റാ? എടാ എന്തൊക്കെയാണോ നീ പറയണമെന്ന് ചോദിച്ചോണ്ട് സുഭാഷ് ദേഷ്യപ്പെടുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.